നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷ്ണു കോടതി കാണുക മാത്രമല്ല, അവിടെ കിടന്ന് നിരങ്ങുകയും ചെയ്യും. ഇതിന് ഞാൻ മറുപടി പറയാൻ പോകുന്നത് ഇവിടെ വെച്ചായിരിക്കില്ല ഓഫീസർ, കോടതിയിൽ വെച്ചായിരിക്കും. ഓ ആയിക്കോട്ടെ. ആ നമ്മൾ എന്താ ചെയ്യാ? അയാൾ ബുദ്ധിപൂർവ്വം തന്നെയാണ് കളിക്കുന്നത്. വിഷ്ണുവിനെ നമുക്ക് എളുപ്പം ജാമ്യത്തിലിറക്കാൻ കഴിയില്ല. അതെന്താ അർജുനേട്ടാ? നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് വിഷ്ണുവിൻ്റെ മുൻകൂർ ജാമ്യത്തിൻ്റെ കോപ്പി എടുത്ത് കൊണ്ടുവരിക എന്നത് മാത്രമാണ്. അതിനിടെ അയാൾ വിഷ്ണുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അത് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുൻകൂർ ജാമ്യത്തിന് പുല്ലുവിലയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അയാൾക്ക് വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കാൻ പിന്നെയും 24 മണിക്കൂർ സമയം ലഭിക്കും. വിഷ്ണുവിനെ ഒരു രാത്രി കൂടി ഈ ലോക്കപ്പിലിടാൻ സഹദേവൻ വിചാരിച്ചാൽ സാധിക്കും. ആ ബസുമതി കുഞ്ഞമ്മേ, വക്കീല് പോകുന്നെന്ന് കരുതി ടെൻഷനൊന്നും വേണ്ട. ഇനി വിഷ്ണുവിനെ ഇവിടെ നടക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വരും ബസുമതി കുഞ്ഞമ്മയുടെ മോൻ. നിയമം അതാണ് ശാലിനി. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി അയാൾ വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യത്തിലെടുക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. അതും വിഷ്ണു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതിക്കൊരു സംശയം ജനിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന പക്ഷം മാത്രം. അർജുനേട്ടാ, അത് ബുദ്ധിമുട്ടാവില്ലേ? നമുക്ക് ശ്രമിച്ചു നോക്കാം ശാലിനി. പ്രശ്നം ഇയാൾ വിഷ്ണുവിനെ എപ്പോൾ കോടതിയിൽ ഹാജരാക്കൂ എന്നുള്ളതാണ്. ഇനി 24 മണിക്കൂർ സമയം കിട്ടുമല്ലോ അയാൾക്ക്. വിഷ്ണുവായുള്ള മൊത്തം കണക്ക് സെറ്റിൽ ചെയ്തിട്ടേ അവനെ സഹദേവൻ ഈ ലോക്കപ്പിൽ നിന്ന് ഇറക്കൂ. അതുപോലൊരു കുരുക്ക ഞാൻ മുറുക്കിയിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന സമയം പ്രതിയുടെ അഭിഭാഷകനോട് പറയേണ്ടതാണ്. പക്ഷേ ഇയാളിൽ നിന്ന് അങ്ങനൊരു സഹകരണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ അയാൾ വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ കാത്തിരിക്കാനേ നമുക്ക് മാർഗമുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.